പ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. ഡിസംബർ 31 വളരെ തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. ഒരുപാട് പേര് എന്നെ ഓഫീസിൽ കാണാൻ വന്നു. കുറേയധികം സ്നേഹ സമ്മാനങ്ങൾ കിട്ടി, കുറേ കാര്യങ്ങൾ ചെയ്തു. ഇതിനിടെ പതിവ് പോലെ ഞാൻ ന്യൂ ഇയർ ഡിന്നറും ഉണ്ടാക്കി കേട്ടോ. അതിലും തിരക്കായിട്ട് ന്യൂ ഇയർ ഡേ കടന്നുപോയി. ഒരു ട്രെയിനിങ് പരിപാടി ഉണ്ടായിരുന്നു പുതിയ കൗൺസിലേഴ്സിന്. ഉച്ചയ്ക്ക് ശേഷം വേറൊരു മീറ്റിംഗ്, ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ, ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാം കൂടെ കഴിഞ്ഞ് രാത്രി വൈകിട്ട് വന്നപ്പോൾ കേൾക്കുന്ന ഒരു രസകരമായ വാർത്ത. ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് വക്കീല് മുഖ്യമന്ത്രിക്ക് എനിക്കെതിരെ പരാതി കൊടുത്തത്രേ. ഞാൻ വട്ടിയൂർക്കാവ് MLA ഓഫീസ് അതിക്രമിച്ച് അകത്ത് കയറി ഓഫീസ് തുറന്നു എന്ന് സ്വന്തമായിട്ട്. അതിനെനിക്കെതിരെ കേസെടുക്കണം, എന്നെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കണം എന്ന്. മുഖ്യമന്ത്രി അത് DGPക്ക് അനന്തര നടപടികൾക്കായിട്ട് അയച്ചു എന്നും അറിയുന്നുണ്ട്. ഇതിനെയാണ് ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കുക എന്ന് പറയുന്നത്, അല്ലേ? നിങ്ങൾ കേട്ടില്ലേ? എന്തിനാണ് ഇങ്ങനെ കമ്മികൾ ഇരന്ന് വാങ്ങാൻ മത്സരിക്കുന്നത്? തീരെ മനസ്സിലാവുന്നില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് വക്കീൽ രംഗത്ത് വരുന്നു, MLA ഓഫീസിൽ അതിക്രമിച്ച് കയറി. അതിനെതിരെ പരാതി ആർക്ക്? മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ പിണറായി വിജയൻ മാന്യം മര്യാദക്ക് അതെടുത്ത് വേസ്റ്റ് കൊട്ടയിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞാൽ മതി. എന്നാൽ അതെടുത്ത് നേരെ DGPക്ക് കൈമാറിയിട്ടുണ്ട് പോലും. എന്തിന് കേസ് കൊടുക്കാനേ? ആർക്കെതിരെ? മുൻ DGP R ശ്രീലേഖക്കെതിരെ. അവര് തന്നെ പറഞ്ഞത് കേട്ടില്ലേ? ഓലപ്പാമ്പ് കാട്ടിയാണോ നിങ്ങൾ പേടിപ്പിക്കുന്നത് എന്ന്? അല്ല, ഒരു മുൻ DGPയെ, നിലവിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു കൗൺസിലറെ ഈ ജാതി ഊള കേസൊക്കെ പൊക്കിപ്പിടിച്ച് വരാൻ നിങ്ങൾക്കൊന്നും ഒരു നാണമില്ലേ? വളരെ ലളിതമായിട്ട് കേരളത്തിലെ ബോധമുള്ള മലയാളികൾക്ക് ചോദിക്കാനുള്ളത്, ഒരു മുൻ DGP, നിലവിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർ, അതും R ശ്രീലേഖ, അവരെ നിങ്ങൾ ഒരു തുക്കടാ കേസ് പൊക്കിപ്പിടിച്ച് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന് ഇവരെ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുകയോ എന്ന് ചോദിച്ചത് അവസാനിപ്പിച്ചിട്ടില്ല. കൃത്യമായിട്ട് മറ്റു 2 ഫോട്ടോ കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതാണ് ഇവിടെ കൊടുക്കുന്നത്. അതിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട് R ശ്രീലേഖ, വാർഡ് കൗൺസിലർ, ശാസ്തമംഗലം. അടുത്തതായിട്ട് വരുന്നത് അഡ്വക്കേറ്റ് VK പ്രശാന്ത്, വട്ടിയൂർക്കാവ് MLA. അതേപോലെ തന്നെ ഇപ്പൊ ഒരു കുടുസ് റൂം തുറന്നിട്ടുണ്ടല്ലോ, അതിന് R ശ്രീലേഖ, വാർഡ് കൗൺസിലർ, ശാസ്തമംഗലം. കൃത്യമായിട്ട് ഈ 2 ഫോട്ടോ കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എന്തായിരുന്നു നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ കൗൺസിലറുമായി നടന്ന വിവാദം? അതുപോലും ഈ പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് വക്കീലിന് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലേ? VK പ്രശാന്ത് കോർപ്പറേഷൻ കെട്ടിടത്തിൽ കൗൺസിലറുടെ സ്ഥലപരിധി കൂടി അവർക്ക് സ്വന്തമാക്കിയിട്ട് കൗൺസിലർക്ക് ഇരിക്കാനും അതേപോലെ തന്നെ കൗൺസിലർക്ക് ഫയലുകൾ വെക്കാൻ ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത് പറ്റില്ല, 4-5 മാസം കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് R ശ്രീലേഖ പ്രഖ്യാപിച്ചതും അതിന് കേരള പൊതുസമൂഹം കൈയടിച്ചതും ഈ കഴിഞ്ഞ ദിവസമല്ലേ? ഈ 2 ആളുടെ ഓഫീസിലേക്കും ഒരു വേ ആണ് എന്നുള്ളത് ഉൾപ്പെടെ കൃത്യമായിട്ട് ഇവിടെ ചർച്ചകൾ എത്ര ചർച്ചകൾ കഴിഞ്ഞു. ഈ പറയുന്ന VK പ്രശാന്ത് കോർപ്പറേഷൻ കെട്ടിടം അധികാര ദുർവിനിയോഗം നടത്തി മുന്നോട്ട് പോവുകയാണ്. ഈ പറയുന്ന VK പ്രശാന്തിന് കൃത്യമായിട്ട് MLA ഹോസ്റ്റലില്, ഇതേ വട്ടിയൂർക്കാവ് മണ്ഡലത്തില് നഗരഹൃദയത്തില് 31, 32 നിള ബ്ലോക്കിൽ റൂമുണ്ട്, ഓഫീസ് ഉണ്ട്, പാർക്കിംഗ് സൗകര്യം, സകല സൗകര്യങ്ങളുണ്ട്. ഈ ഓഫീസ് നിലനിൽക്കെ തന്നെ കോർപ്പറേഷന്റെ കെട്ടിടം കൗൺസിലറുടെ സ്ഥലം പോലും, കൗൺസിലർക്ക് അവകാശപ്പെട്ടത് പോലും കൊടുക്കാതെ അതും കെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന വിഷയത്തിൽ 1000 ചർച്ച നമ്മുടെ കേരളത്തിൽ നടന്നിട്ടും എങ്ങനെയാ ഒരു ഉളുപ്പില്ലാതെ ഇതും പറഞ്ഞ് ഒരു കമ്മ്യൂണിസ്റ്റ് വക്കീല് പരാതി പിണറായിക്കണല്ല? ഈ പിണറായിക്കൊപ്പം നിന്ന് ഒരുപാട് ആളുകളിൽ ലക്ഷക്കണക്കിന് സാലറി വാങ്ങുന്ന ഉപദേഷ്ടാക്കൾ ഉൾപ്പെടെയുള്ള ഒരു വൻ നിരയില്ലേ? അവരൊക്കെ എന്ത് നോക്കി നിൽക്കുക? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മാനം കെടാൻ മത്സരിക്കുന്നത്? R ശ്രീലേഖയുടെ കയ്യിലേക്ക് വടി കൊടുക്കുക, അടിക്കി ഞങ്ങളുടെ മണ്ടക്ക് തന്നെ അടിക്കുക എന്ന് പറയുന്നതിന് സമല്ലേ? യഥാർത്ഥത്തിൽ VK പ്രശാന്ത് നല്ല ഒന്നാന്തരം ഒരു വടിയെടുത്ത് R ശ്രീലേഖയ്ക്ക് കൊടുത്തതാ. അത് വാങ്ങി നല്ല മണ്ടക്ക് തന്നെ കൊടുത്ത് VK പ്രശാന്ത് ഒരു മൂലയിലേക്ക് ഒതുങ്ങി എങ്ങനെയോ ഒന്ന് രക്ഷപ്പെട്ടു വരികയായിരുന്നു. ദേ വന്നിരിക്കുന്നു അടുത്തതും.
ഈ വി കെ പ്രശാന്ത് തന്നെ കരുതി ഈ കമ്മ്യൂണിസ്റ്റ് വക്കീലൊക്കെ എന്ത് ഉണ്ടക്കാണ് ഈ പരാതിയായിട്ട് ഈ രംഗത്ത് വന്നത് എന്ന് ഏതായാലും മലയാളികൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഏത് വിധേയനെയാണ് ഇവർക്കെതിരെയൊക്കെ ഒരക്ഷരം സാധാരണക്കാരായിരുന്നോ ഇതുപോലെ ഈ പറയുന്ന MLA-ക്കെതിരെ എന്തെങ്കിലും പറഞ്ഞത് എങ്കിൽ ഇതിനോടകം ജയിലിലെത്തായിരുന്നു. ഇതിപ്പോ ആർ ശ്രീലേഖ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് രംഗത്തുള്ളത് കൊണ്ട് ഈ പറയുന്ന ആർ ശ്രീലേഖയൊന്നും തൊടാൻ ഈ പറയുന്ന വി കെ പ്രശാന്തിനെ കൊണ്ടോ ഈ പറയുന്ന സംവിധാനങ്ങൾക്കൊന്നും സാധിക്കില്ല എന്നുള്ളത് സകല മലയാളികൾക്കറിയാം. സകല ആളുകളും തിരിച്ചറിയാം. ഇവിടെ ഒരു അധികാര ദുർവിനിയോഗം ഈ പറയുന്ന വി കെ പ്രശാന്ത് ഒക്കെ നടത്തി അത് തുറന്നു കാണിച്ച മുൻ DGP നിലവിലെ കൗൺസിലറെ കേസുക്കായിട്ട് രംഗത്തെത്തുക. ആർ ശ്രീലേഖ ആയതുകൊണ്ട് തന്റെ ഇടത്തോടു കൂടി അങ്ങ് ഈ രംഗത്തെത്തി മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ ഓലപ്പാമ്പിനെ കാണിച്ചിട്ടുള്ള ഈ പേടിപ്പിക്കലൊന്നും ഇങ്ങോട്ടേക്ക് വേണ്ടെന്ന്. ഇത് ഈ പറയുന്ന വി കെ പ്രശാന്തിനെ മാത്രം തോണ്ടിയത് കൊണ്ടല്ല, മറിച്ച് നിരന്തരം ആര് ഈ പറയുന്ന ആർ ശ്രീലേഖയെ പിന്നാലെ പോകുന്നോ അവരെ ഒന്നും തന്നെ ആർ ശ്രീലേഖ വെറുതെ വിടുന്നില്ല. അതിനൊരു ഉദാഹരണം കൂടി ഞാൻ ഇവിടെ കൊടുക്കാം. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഈ ആർ ശ്രീലേഖയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്, വായിച്ചു കേൾപ്പിക്കാം. ഡിസംബർ 27 രാവിലെ 9:40 AM ഞാൻ വിളിച്ച മിസ് കോളിന് മറുപടിയായി MLA ശ്രീ വി കെ പ്രശാന്ത് എന്നെ തിരിച്ചു വിളിക്കുന്നു. എന്റെ മാന്യമായ അഭ്യർത്ഥനയ്ക്ക് പരുഷമായ മറുപടി നൽകി അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുന്നു. രാത്രി 9 മണിക്ക് ഏഷ്യാനെറ്റ് ചാനൽ ഇതേക്കുറിച്ച് വാർത്ത. അതും സംഗതി തലകീഴായി മറിച്ചുകൊണ്ട് എന്റെ അഭ്യർത്ഥന ആജ്ഞയും തിട്ടൂരവുമായി പിന്നെ 2 ദിവസം മാപ്രകൾക്ക് കൊട്ടിഘോഷിക്കാനും ചാനലുകൾക്ക് അന്തിച്ചർച്ച ചെയ്യാനും ഒരു വിവാദ വിഷയം കിട്ടി. ഇതിനിടയിൽ ശരിക്കും വിവാദമായൊരു സംഭവം നടന്നു. ഒരു മാപ്രയും ഒന്നും അറിഞ്ഞില്ല, അല്ലെങ്കിൽ അറിഞ്ഞതായി കാണിച്ചില്ല. അതേക്കുറിച്ച് ഒരു ചർച്ചയും വാർത്തയും വന്നതേ ഇല്ല. ഡിസംബർ 30 ചാനൽ വാർത്ത മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT ശനിയാഴ്ച ചോദ്യം ചെയ്തു. ഇത് പുറത്തു വന്നപ്പോഴേക്കും 3-4 ദിനം പഴകിയ സംഗതിയായി പോയി. ഇനി വിവാദമാക്കാൻ പറ്റുമോ? ഇല്ല. എന്നിട്ട് ഒന്നും അറിയാത്തവരെ പോലെ ചാനലിന് മുന്നിൽ വന്ന് മുൻ മന്ത്രി ശ്രീലേഖയെ ജനദ്രോഹി, മനുഷ്യദ്രോഹി, അഹങ്കാരി എന്നൊക്കെ വിളിച്ചാക്ഷേപിക്കാനും മറന്നില്ല. സ്മാർട്ട്ലി പ്ലേഡ് AKG സെന്റർ ആരുടെ നരേറ്റീവ് ആണെങ്കിലും ഉദ്ദേശിച്ച ഫലം പക്ഷേ ഉണ്ടായില്ല. കേരളത്തിലെ ജനസമൂഹം നിങ്ങൾ കരുതുന്നതിലും ബുദ്ധിയുള്ളവരാണ്. ആർ ശ്രീലേഖയ്ക്ക് എതിരെ ആര് രംഗത്തെത്തിയാലും കൃത്യമായിട്ട് അവർക്ക് മറുപടി കിട്ടിയിരിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട കേട്ടോ. നിങ്ങൾ ലൈൻ പാലിച്ച് ലൈനായിട്ട് അങ്ങനെ കാത്തിരുന്നാൽ മാത്രം മതി. ആർ ശ്രീലേഖ നിങ്ങൾക്കൊക്കെ തന്നെ ചുട്ട മറുപടി തരുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. ഓലപ്പാമ്പിനെ കാണിച്ചിട്ടൊന്നും ഒരാളും തന്നെ പേടിപ്പിക്കാൻ നിൽക്കേണ്ട എന്നുള്ളതും കൃത്യമായിട്ട് ആർ ശ്രീലേഖ പ്രഖ്യാപിച്ചതൊക്കെ കേരള പൊതുസമൂഹം കൈയടിച്ചുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ അടക്കി ഭരിക്കലൊക്കെ അവസാനം തുടങ്ങിക്കഴിഞ്ഞു. അതിനെയൊക്കെ അടക്കി ഭരിക്കലിനെയൊക്കെ വലിച്ചെറിയാൻ കരുത്തുള്ളവർ ഒരു ഭാഗത്ത് തിരുവനന്തപുരത്ത് അണിനിരന്നിരിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം കൃത്യമായിട്ട് ദിനം പ്രതി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു.